Hi friends, welcome you all to our new video. പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിൻ, വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ. ഈ പരീക്ഷയ്ക്കുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 17/2/24 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 61 ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ, ഷീ എക്സ്ക്ലെയിംഡ്. She exclaimed. I have never been to Paris before. She exclaimed. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഒരു ഡയറക്റ്റ് സ്പീച്ചാണ്. നമ്മളതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. ഇതാണ് ചോദ്യം. ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക്, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റണം. She exclaimed that. She exclaimed that വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. She exclaimed that she had never been. She had never been to Paris. She had never been to Paris എന്നാണ് വരുന്നത്. കാരണം I have never been to Paris before. She exclaimed. നമുക്കറിയാം ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമ്മളതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ എന്നുള്ളത് ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുകയാണ്. അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് പോയിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. പിന്നെ ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറുന്നു, ഹാവ് ഹാഡ് ആവുന്നു. അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഷീ ഹാഡ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. 62. I regret dash you that the event has been cancelled. The event has been cancelled. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ടെൽ, ടെൽസ്, ടു ടെൽ, ടെല്ലിങ്. അപ്പോൾ ശരി ഉത്തരം വരുന്നത് ടെല്ലിങ് ആണ്. ഐ റിഗ്രറ്റ് ടെല്ലിങ്. ഐ റിഗ്രറ്റ് ടെല്ലിങ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഐ റിഗ്രറ്റ് ടെല്ലിങ്, അതാണ് ശരി ഉത്തരം. ടു ടെൽ എന്നുള്ളത് പറയാൻ പാടില്ല. റിഗ്രറ്റ് വരുമ്പോൾ അവിടെ ടെല്ലിങ് എന്നാണ് ശരിയായ ഉത്തരം. നമ്പർ 63. When I arrived. ആണ്. When I arrived, they dashed for an hour. They dash for over an hour. For dash for over an hour. ഒന്നുകൂടെ വായിക്കാം. When I arrived, they dash for over an hour. ഇവിടെ പറയുന്നത് had been waiting.
ഹാഡ് ബീൻ വെയിറ്റിംഗ് ആണ് ശരിയായ ഉത്തരം. വെൻ ഐ അറൈവ്ഡ് ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ആൻ അവർ, ഫോർ ഓവർ ആൻ അവർ. ഇപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഓവർ ആൻ അവർ. അപ്പോൾ അതിൽ ഡ്യൂറേഷൻ വരുന്നത് കൊണ്ടാണ് ഇത് ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്ന് കൊടുക്കുന്നത്. ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്ന് കൊടുക്കാൻ കാരണം പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ വേണം, പോയിന്റ് ഓഫ് ടൈം ഓർ പീരീഡ് ഓഫ് ടൈം. ഓവർ ആൻ അവർ എന്ന് പറയുമ്പോൾ കുറേ സമയമായിട്ട് കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഡ്യൂറേഷൻ വരുമ്പോഴാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റിലാണെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും പാസ്റ്റിലാവുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ചേർക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ചോദ്യം നമ്പർ 64 ആണ്. The diplomat's ability to speak multiple languages. The diplomat's ability to speak multiple languages. ഒരുപാട് ഭാഷകൾ സംസാരിക്കുവാനുള്ള ഡിപ്ലോമാറ്റിൻ്റെ കഴിവ് was considered a valuable dash. എ വാല്യുബിൾ അസറ്റ് എന്നുള്ളതാണ് യോജിക്കുന്നത്. എ വാല്യുബിൾ അസറ്റാണ് ശരി ഉത്തരം. വാല്യുബിൾ അസറ്റ്, വാല്യുബിൾ അസറ്റ് എന്ന് പറയും. ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് വാസ് കൺസിഡേർഡ് എ വാല്യുബിൾ അസറ്റ് ഇൻ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻസ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് കൂടുതൽ ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഡിപ്ലോമാറ്റായിട്ട് വേണ്ടത്, നയതന്ത്രജ്ഞനായിട്ട് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കുറേ ഭാഷകൾ അറിയാം, അത് വാല്യുബിൾ അസറ്റ് ആണെന്നാണ് പറയാം. ഇറ്റ്സ് എ വാല്യുബിൾ അസറ്റ്. അവിടെ യോജിച്ച വേർഡ് വാല്യുബിളിന് ശേഷം വരുന്നത് അസറ്റാണ്. നമ്പർ 65. The artist painted a beautiful landscape. The artist painted a beautiful landscape. Beautiful landscape dash the canvas. ഡാഷ് ദ ക്യാൻവാസ്. ആ ക്യാൻവാസിൽ വളരെ മനോഹരമായ ഒരു ചിത്രം പെയിൻറ് ചെയ്യുക. ലാൻഡ്സ്കേപ്പാണ്, വളരെ അതിമനോഹരമായ ഒരു ദൃശ്യം പെയിൻറ് ചെയ്യുക. അപ്പോൾ അതിൽ യോജിക്കുന്നത് ഓവർ, ഓൺ ടു, ഇൻ, എക്രോസ്. ഇപ്പോൾ 4 ചോയ്സാണുള്ളത്. ഓൺ ടു ആണ് ശരി ഉത്തരം. ഓൺ ടു. ആ ക്യാൻവാസിന് മീതെ, ക്യാൻവാസിന് പുറത്ത് വരയ്ക്കുന്നതുകൊണ്ടാണ് ഓൺ ടു അവിടെ യോജിക്കുന്നത്. നമ്പർ 66. ആണ്. The negotiations between the two countries finally dash after weeks of discussions. The war began. The negotiations between the two countries. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നെഗോഷിയേഷൻസ്, യുദ്ധവുമായി ബന്ധപ്പെട്ട് വരികയാണ്. നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്സ് ഓഫ് ഡിസ്കഷൻ. ബ്രോക്ക് ഡൗൺ എന്നാണ് ശരിയായ ഉത്തരം. സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. അവർ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻസ്, ഒത്തുതീർപ്പ് ചർച്ചകൾ ചെയ്യുകയാണ്. അവസാനം അത് പരാജയപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ബ്രോക്ക് ഡൗൺ എന്നുള്ളതാണ്. ബ്രോക്ക് ഡൗൺ ആണ് സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. ബ്രോക്ക് ഡൗൺ എന്നുള്ള വാക്കാണ് അർത്ഥം. ബ്രോക്ക് ഡൗൺ, ബ്രോക്ക് ഡൗൺ എന്നുള്ളതാണ് വാക്കിൻ്റെ അർത്ഥം. സ്റ്റോപ്പ്ഡ് വർക്കിംഗ് എന്നുള്ളതാണ്. ബ്രോക്ക് ഡൗൺ, സ്റ്റോപ്പ്ഡ് വർക്കിംഗ്. ബ്രോക്കപ്പ് ഉണ്ട്, ബ്രോക്ക് ഔട്ട് ഉണ്ട്, ബ്രോക്ക് ത്രൂ ഉണ്ട്. ഇവിടെ നമുക്ക് ശരിയായ ഉത്തരം ബ്രോക്ക് ഡൗൺ ആണ്, സ്റ്റോപ്പ്ഡ് വർക്കിംഗ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് ശ്രദ്ധിക്കുക. അടുത്ത് ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ് ലെഡ് ടു ദ സോൾവിങ് ഓഫ് ദ മിസ്റ്ററി. ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി എന്നുള്ളതാണ്. ദ ഡിറ്റക്റ്റീവ്സ് എബിലിറ്റി
detective's ability to notice the detective's ability to notice the dash details led to the solving of the complex mystery. ഇതാണ് ചോദ്യം. The detective's ability to notice the dash details led to the solving of the complex mystery. Inconspicuous, ostensible, salient, conspicuous. ഇത്രയും ചോയ്സാണുള്ളത്. നമ്മുടെ ഇവിടെ യോജിക്കുന്നത് സാലിയൻറ്റ് എന്നുള്ളതാണ് ഉത്തരം. സാലിയൻറ്റ് എന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള അർത്ഥമാണ് വരിക. എബിലിറ്റി ടു നോട്ടീസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്, വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കുന്നത് കൊണ്ട് കോംപ്ലക്സ് മിസ്റ്ററി സോൾവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാലിയൻറ്റ് ഡീറ്റെയിൽസ് എന്നാണ് പറയുക. വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നത്. ആണ്. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. The bargains between the two companies reached a dead end ആണ് വരിക. ഡെഡ് എൻഡ് എന്നുള്ളതാണ് ഉത്തരം വരിക. The bargains between the two companies reached a dash dead end when they failed to agree on the terms of the partnership. ആ പാർട്ട്ണർഷിപ്പിൽ അവർ തമ്മിലുള്ള ടേംസ് പരാജയപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ് വരിക. She showed dash concern. 69. She showed dash concern. She showed dash concern. She showed dash concern for the environmental issues by actively participating in tree planting campaigns. അതിൽ ശരി ഉത്തരം വരുന്നത് കോൺഷ്യൻഷ്യസ്. മനസാക്ഷിയുള്ള എന്നർത്ഥമാണ് ഇത് വരുന്നത്. കോൺസെൻഷ്യസ്, മനസാക്ഷിയുള്ള എന്നുള്ള. ഷി ഷോഡ് കോൺസെൻഷ്യസ് കൺസേൺ ഫോർ ദ എൻവയൺമെൻ്റൽ ഇഷ്യൂസ്. അപ്പം എൻവയൺമെൻറ്റിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളിൽ മനസാക്ഷിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രീ പ്ലാന്റിംഗ് കമ്പെയിൻസ്. മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ഈ ട്രീ പ്ലാന്റിംഗ് ക്യാമ്പയിൻസിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എൻവയൺമെൻ്റൽ ഇഷ്യൂസിൽ പ്രധാനമായിട്ടും പങ്കെടുക്കാനുള്ള കാരണം അതിൽ ചോദിക്കുന്നത് കോൺഷ്യൻഷ്യസ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. അപ്പോൾ ഏറ്റവും യോജിച്ചിട്ടുള്ളത് കോൺഷ്യൻഷ്യസ് എന്ന് പറയുന്നത് മനസാക്ഷിയുള്ള എന്നാണ് കൃത്യമായ ഉത്തരം. The last question, number 70. Despite facing numerous obstacles, ഒരുപാട് തടസ്സങ്ങളാണ്, numerous obstacles, she displayed remarkable dash throughout the challenging project. Despite facing numerous obstacles, despite facing numerous obstacles, she displayed remarkable dash
dash throughout the challenging project. ഇതാണ് ചോദ്യം. അപ്പം ഡെസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റാക്കിൾസ് ആണ്, ഒരുപാട് തടസ്സങ്ങൾ നേരിടുകയാണ്. ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചാലഞ്ചിങ് പ്രോജക്റ്റ്. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോജക്റ്റിൽ അവൾ തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്. അതിൽ ആൻസേഴ്സ് തന്നിരിക്കുന്നത് ഇംപാഷൻസ്, ടെനാസിറ്റി, അപ്പതി, ഇൻകൺസിസ്റ്റൻസി. ശരിയായ ഉത്തരം ടെനാസിറ്റിയാണ്, നിർബന്ധ ബുദ്ധി എന്നുള്ളതാണ് ഉത്തരം വരിക. ആൻസർ വരുന്നത് ടെനാസിറ്റി. ടെനാസിറ്റിയാണ് ഇവിടെ ശരിയായ ഉത്തരം, നിർബന്ധ ബുദ്ധി എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിലും ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ടെനാസിറ്റി എന്നാണ് അവിടെ ആൻസർ വരുന്നത്. വളരെ കാര്യമായ ടെനാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് അവർക്ക് നേരിടാൻ കഴിയുന്നത്, ചാലഞ്ച് ചെയ്യാൻ കഴിയുന്നത്. നിർബന്ധ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ടെനാസിറ്റിയാണ് ശരിയായ ഉത്തരം. അപ്പം സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി പരീക്ഷയുടെ ഇംഗ്ലീഷ് ഭാഗമാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. ഈ മോഡലിൽ തന്നെ നിങ്ങൾ എല്ലാവരും പഠിക്കുക. വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ എക്സാമിനേഷൻസ്. താങ്ക് യു.